അമേരിക്കയുടെ തീവ്ര സമ്മർദ്ദത്തിനിടെ റഷ്യയുമായുള്ള വ്യാപാരം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു. മോസ്കോ സന്ദർശനത്തിനിടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറാണ് ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയത്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള താരിഫ് ഇതര വ്യാപാര തടസ്സങ്ങളുടെ വർദ്ധിച്ചു വരുന്ന തടസ്സങ്ങൾ ബുധനാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉന്നയിച്ചു. ഇന്ത്യയും യൂറേഷ്യൻ ഇക്കണോമിക് യൂണിയനും തമ്മിലുള്ള ഒരു സ്വതന്ത്ര വ്യാപാര കരാർ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികം, സാംസ്കാരിക സഹകരണം എന്നിവയെക്കുറിച്ചുള്ള ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റ് കമ്മീഷന്റെ 26ാമത് സെഷനിൽ മോസ്കോയിൽ സംസാരിച്ച ജയശങ്കർ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിന് ഘടനാപരമായ തടസ്സങ്ങൾ നീക്കം ചെയ്യേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയെ ഊന്നിപ്പറയുകയും ചെയ്തു. റഷ്യയുടെ 1ാം ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻഡ്രോവുമായി സഹ അധ്യക്ഷത വഹിച്ച സെഷനിൽ വളരെ കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാറിന് കാലതാമസമില്ലാതെ അന്തിമ രൂപം നൽകണമെന്നും ജയശങ്കർ വ്യക്തമാക്കി. റഷ്യ, ചൈന, ഇന്ത്യ, മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ കരമാർഗ വ്യാപാരം വ്യാപിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വ്യാപാര കരാറിന്റെ ശക്തമായ വക്താവാണ് റഷ്യയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. താരിഫ്, നോൺ താരിഫ് വ്യാപാര തടസ്സങ്ങൾ, ലോജിസ്റ്റിക്സിലെ തടസ്സങ്ങൾ നീക്കൽ, അന്താരാഷ്ട്ര വടക്ക് തെക്ക് ഗതാഗത ഇടനാഴി, വടക്കൻ കടൽപാത, ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് ഇടനാഴി എന്നിവയിലൂടെ കണക്ടിവിറ്റി പ്രോത്സാഹിപ്പിക്കൽ, പണമടയ്ക്കൽ സംവിധാനങ്ങൾ സുഗമമായി നടപ്പിലാക്കൽ ഇവയാണ് IRIGC TECയുടെ മുന്നിലുള്ള പ്രധാന പ്രശ്നങ്ങളെന്നും ജയശങ്കർ വ്യക്തമാക്കി. മോസ്കോ യോഗത്തിൽ കമ്മീഷൻ FTAയുടെ പരിഗണനാ വിഷയങ്ങൾക്ക് അന്തിമ രൂപം നൽകിയതായും ഇത് ചർച്ചകളിലെ നിർണായകമായ ഒരു ചുവടുവയ്പ്പാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. 4 വർഷത്തിനുള്ളിൽ 5 മടങ്ങിലധികം വർദ്ധിച്ച ഇന്ത്യ റഷ്യ വ്യാപാരത്തിലെ വളർച്ചയിലേക്ക് ജയശങ്കർ ശ്രദ്ധ ക്ഷണിച്ചു. 2021-ൽ $13 ബില്യൺ നിന്ന് 2024-25-ൽ $68 ബില്യൺ ഉഭയകക്ഷി ചരക്ക് വ്യാപാരം ഉയർന്നു. പാശ്ചാത്യ ഉപരോധങ്ങൾ മോസ്കോയെ ബാധിച്ചതിനു ശേഷം ഇന്ത്യയുടെ റഷ്യൻ ഹൈഡ്രോ കാർബണുകളുടെ ഇറക്കുമതി വർദ്ധിച്ചതാണ് ഇതിന് പ്രധാന കാരണം. കഴിഞ്ഞ 5 വർഷത്തിനിടെ റഷ്യ ഇന്ത്യ വ്യാപാരം 700% വർദ്ധിച്ചതായി ഇന്ത്യയിലെ റഷ്യൻ എംബസി അറിയിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഈ കുതിച്ചുചാട്ടം ആനുപാതികമല്ലാത്ത അസന്തുലിതാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് EAM മുന്നറിയിപ്പ് നൽകി. 2021-ൽ $6.6 ബില്യൺ ആയിരുന്നു വ്യാപാര വിളവ്. ഇപ്പോൾ $58.9 ബില്യൺ ഉയർന്നിരിക്കുന്നു. അതിനാൽ നമ്മളത് അടിയന്തിരമായി പരിഹരിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ കയറ്റുമതിക്ക് കൂടുതൽ പ്രവേശനം സാധ്യമാക്കാൻ മോസ്കോയോട് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന വാർഷിക ഇന്ത്യ റഷ്യ ഉച്ചകോടിക്ക് വേദിയൊരുക്കുന്നതിനുള്ള ഒരു പ്രധാന സംവിധാനമാണ് IRIGC എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന അവസാന സെഷനു ശേഷം ഏകദേശം 10 മാസത്തിനു ശേഷമാണ് ഞങ്ങൾ ഇവിടെ യോഗം ചേരുന്നത്. 2 സെഷനുകൾക്കിടയിലുള്ള ഏറ്റവും കുറഞ്ഞ ഇടവേളയാണിതെന്നും ഞാൻ കരുതുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. IRIGCക്ക് ശേഷം മോസ്കോയിൽ നടന്ന ഇന്ത്യ റഷ്യ ബിസിനസ് ഫോറത്തെയും വിദേശകാര്യമന്ത്രി അഭിസംബോധന ചെയ്തു. കാലം പരീക്ഷിച്ച ഇന്ത്യ റഷ്യ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ജയശങ്കർ 3 ദിവസത്തെ മോസ്കോ സന്ദർശനത്തിലാണ്. മീറ്റിംഗിന് ശേഷം അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തു. ഒരു നിലനിൽക്കുന്ന തന്ത്രപരമായ പങ്കാളിത്തത്തിന് ശക്തവും സുസ്ഥിരവുമായ സാമ്പത്തിക ഘടകം ഉണ്ടായിരിക്കണമെന്ന് ആവർത്തിച്ചു. ഈ സാഹചര്യത്തിൽ നമ്മുടെ ബിസിനസ്സുകാർ കൂടുതൽ വ്യാപാരം നടത്താനും കൂടുതൽ നിക്ഷേപങ്ങളും സംയുക്ത സംരംഭങ്ങളും ആലോചിക്കാനും സാമ്പത്തിക സഹകരണത്തിന്റെ പുതിയ അതിരുകൾ തുറക്കാനും ആഹ്വാനം ചെയ്തു. റഷ്യൻ അസംസ്കൃത എണ്ണ വാങ്ങിയതിന് 25% അധിക പിഴവ് ഉൾപ്പെടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% ഉയർന്ന തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ചർച്ചകൾ നടന്നത്. മോസ്കോയുമായുള്ള ഇന്ത്യയുടെ തുടർച്ചയായ വ്യാപാരം ലക്ഷ്യമിട്ട് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ പരോക്ഷമായി നിർബന്ധിക്കുന്നതിനാണ് ഈ നീക്കമെന്ന് വൈറ്റ് ഹൌസ് പറഞ്ഞു. എന്നിരുന്നാലും US തീരുമാനത്തെ നേരിട്ട് ചൂണ്ടിക്കാണിച്ചില്ല. ജയശങ്കർ പറഞ്ഞു, സങ്കീർണമായ ഒരു ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ കൂടിക്കാഴ്ച നടത്തുന്നതെന്ന് നമുക്കെല്ലാവർക്കും നന്നായി അറിയാം. നമ്മുടെ നേതാക്കൾ അടുത്തു നിൽക്കുകയും പതിവായി ഇടപഴകുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം കുറിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.